ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള ഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ബാലൻസ് ഷീറ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഒരു ഫോർമാറ്റുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. A statement of profit and loss, also called profit and loss account, is the primary financial statement to understand the operative performance of an enterprise during given period. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും കൂടി വിളിക്കും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഓപ്പറേറ്റീവ് പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇറ്റ് സമ്മറൈസസ് ഇൻകം ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്രത്തോളം ഇൻകംസ് ഏൺ ചെയ്തു, ആ ഇൻകംസ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം എക്സ്പെൻസ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ആ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു എൻ്റർപ്രൈസസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇഫ് ദ അഗ്രിഗേറ്റ് ഇൻകം ഏൺഡ് എക്സീഡ്സ് ദ എക്സ്പെൻസ് ഇൻകേർഡ്, ദ ഡിഫറൻസ് ഈസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ്. ടോട്ടൽ എക്സ്പെൻസിനേക്കാളും കൂടുതലാണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. അതല്ല, നേരെ ഓപ്പോസിറ്റ്, നെറ്റ് എക്സ്പെൻസസ് നെറ്റ് ഇൻകത്തേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നെറ്റ് ലോസ് ആയിരിക്കും. The purpose of the statement of profit and loss is to provide information about different sources of income and gains. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സവിശേഷത അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്, അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകംസും അതോടൊപ്പം തന്നെ ഗെയിൻസും എക്സ്പെൻസസും ലോസസും ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ആ ഒരു പെർട്ടിക്കുലർ എൻ്റർപ്രൈസസിന് എത്രത്തോളം വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് മേ ബി അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ ആൻഡ് അതർ സച്ച് എ പ്രസൻറ്റേഷൻ ഓഫ് വെർട്ടിക്കുലർ ഫോർമാറ്റ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കപ്പെടുന്നത് ഒരു വെർട്ടിക്കുലർ ഫോർമാറ്റിലാണ്. അഥവാ ഇൻകംസും എക്സ്പെൻസസും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻഷ്യൽ മെത്തേഡ്. എക്സ്പെൻസസ് ആദ്യം റെക്കോർഡ് ചെയ്ത് അതിന് ശേഷമാണ് ഇൻകംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അഥവാ +1 +2 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫോർമാറ്റ് തന്നെ ഇന്ന് നമ്മൾ കമ്പനി ആക്ട് 2013 പ്രകാരം പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, 2 ഭാഗമായിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇൻകവും എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് ഉണ്ട്. പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി കറണ്ട് ഇയർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ എന്നീ ഫോർമാറ്റിലാണ് നമ്മൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് അതർ ഇൻകം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് അതർ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇൻകം. അതിനുശേഷം നമ്മൾ എക്സ്പെൻസസുകൾ എഴുതുന്നു. എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ നമ്മൾക്ക് എന്തൊക്കെ വരുന്നു, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്,
employee benefits expenses, finance cost, depreciation, other expenses. അങ്ങനെ ഇതെല്ലാം കൂടി എഴുതിയതിന് ശേഷം നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം തയ്യാറാക്കുന്നു. ശേഷമാണ് ഇതിന് ശേഷം നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു? പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്പെക്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്. എക്സ്പെക്ഷണൽ ഐറ്റം ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ലെസ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾക്ക് കിട്ടുന്നു. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതർ ഒന്നിൽ നിന്ന്, അഥവാ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യുന്നു? ടോട്ടൽ എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്പെക്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് എന്നുള്ള ഭാഗം കിട്ടുന്നു. ഇനി 5 നിന്ന്, അഥവാ എക്സ്പെക്ഷണൽ ഐറ്റംസ് നമ്മൾ എഴുതുന്നു ആറാമതായിട്ട്. ആറാമതായിട്ട് എഴുതുന്ന എക്സ്പെക്ഷണൽ ഐറ്റവും 5 നിന്ന് പ്രോഫിറ്റ് ലോസ് ബിഫോർ എക്സ്പെക്ഷണൽ ഐറ്റത്തിൽ നിന്ന് എക്സ്പെക്ഷണൽ ഐറ്റം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് എഴുതാനുള്ള 7ാമതായിട്ടുള്ള ഐറ്റം കിട്ടുന്നു. ശേഷം 8ാമതായിട്ട് ടോട്ടൽ എക്സ്പെൻസസ്, കറൻറ്റ് ടാക്സും ഡിഫേർഡ് ടാക്സും നമ്മൾ എഴുതുന്നു. ശേഷം പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്നുള്ളത് കിട്ടുന്നു. അത് കിട്ടണമെങ്കിൽ നമ്മൾ 7ാമത്, അഥവാ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 8ാമതായിട്ടുള്ള ടാക്സ് എക്സ്പെൻസസിൻ്റെ ടോട്ടൽ കുറക്കുന്നു. 10ാമതായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. 11 ടോട്ടൽ എക്സ്പെൻസസ്, ടാക്സ് എക്സ്പെൻസസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. 12ാമതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ അത് എഴുതുന്നു. 10ൽ നിന്ന് 11 മൈനസ് ചെയ്യുക, അഥവാ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുന്നു? 11ാമതായിട്ടുള്ള ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ കിട്ടും. ഇനി 13ാമതായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ പീരിയഡ്, അഥവാ 9ാമത്തെ ഐറ്റവും പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷനും 12ാമത്തെ ഐറ്റമായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനും കൂടിയായാൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് കിട്ടും. 14ാമതായിട്ട് അതർ കോംപ്രിഹെൻസീവ് ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുന്നു. 15ാമതായിട്ട് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ് എഴുതുന്നു. ഏണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഫോർ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, ബേസിക് ആൻഡ് ഡൈലൂറ്റഡ്. അവസാനത്തായിട്ട് ഏണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഫോർ ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, ബേസിക് ആൻഡ് ഡൈലൂറ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരിയഡ് എൻ്റെത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് ഇനി ഇതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ദിസ് ഹെഡിങ് ഇൻക്ലൂഡ്സ്, റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ എന്തൊക്കെ വരും? This heading includes the income earned by the enterprises from their main operating activities. ആ ഒരു കമ്പനി ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ ആണോ നടത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഹെഡിൽ ഇതാണ്. അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്താണ്? സെയിൽസ് ആണെങ്കിൽ സെയിൽസ്, സർവീസ് ആണെങ്കിൽ സർവീസ്, അങ്ങനെ. ദിസ് ഹെഡ് കൺസിസ്റ്റ് ഓഫ് സെയിൽസ് ഓഫ് പ്രോഡക്റ്റ്, സെയിൽ ഓഫ് സർവീസസ്, അതർ ഓപ്പറേറ്റിംഗ് റവന്യൂ. നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ കമ്പനിയുടെ റവന്യൂ, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ, ഇതെല്ലാമാണ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു, ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. മെറ്റീരിയൽ
പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്നത് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. Change in inventories of finished goods, work in progress, stock in trade. In order to give proper effect to the matching principle, a suitable adjustment in respect of change in inventories required to be made. Opening stock is added, the closing stock is subtracted. നമ്മൾക്ക് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൽ വരുമ്പോൾ ഇൻ ഓർഡർ ടു ഗിവ് എ പ്രോപ്പർ എഫക്റ്റ് ഓഫ് മാച്ചിങ് പ്രിൻസിപ്പിൾ എ സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റെസ്പെക്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ടു റിക്വയർ ടു ബി മെയ്ഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ആഡഡ് ആൻഡ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് സബ്സ്ട്രാക്റ്റഡ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എൻ്റർപ്രൈസ് that is engaged in trading activities will disclose the goods purchased under this heading. This heading deals with the purchase of goods with the intention to resell without further processing. Purchased of stock in trade എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻ്റർപ്രൈസസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽപ്പെട്ട ഒരു എൻ്റർപ്രൈസസ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇൻറ്റൻഷൻ ടു റീസെൽ, യാതൊരു വിധ തരത്തിലുള്ള പ്രോസസ്സിങ് നടത്താതെ റീസെല്ലിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് പർച്ചേസിങ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫൈനാൻസ് കോസ്റ്റ്. ഫൈനാൻസ് കോസ്റ്റ് ആർ ആൾസോ നോൺ ആസ് ഫൈനാൻസിങ് കോസ്റ്റ് and borrowing cost. Companies finance their operation either through equity financing or through borrowings and loans. Finance cost shall be classified as interest, dividend on redeemable preference shares, other borrowings cost. Next is other income. This head consists of revenue earned by business from other sources. നമ്മുടെ എൻ്റർപ്രൈസസ്, നമ്മൾ ഏത് ഓർഗനൈസേഷൻ എൻ്റർപ്രൈസ് ഇതാണോ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ തയ്യാറാക്കുന്നത്, അതിൽ നിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ അഥവാ നമ്മുടെ മെയിൻ ഫങ്ഷനിൽ നിന്നല്ലാതെ ആ ഒരു കമ്പനിക്ക് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതർ ഇൻകം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, അതർ നോൺ ഓപ്പറേറ്റ്, ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിവിഡൻ്റായിട്ട് ലഭിക്കാം. അങ്ങനെയെല്ലാം ലഭിക്കുന്നതിനെയാണ് നമ്മൾ അതർ ഇൻകം എന്ന സബ് ഹെഡിലായിട്ട് ഇടുന്നത്. നെക്സ്റ്റ് ഈസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. ദിസ് ഹെഡ് കവേഴ്സ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ സാലറീസ് ആൻഡ് വേജസ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻക്ലൂഡ്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ്, സാലറി, എല്ലാ തരത്തിലുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസുകളും വരുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴെയാണ്. നെക്സ്റ്റ് ഈസ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. Depreciation expenses is an income statement item. It is accountant for the companies record the loss in value of their fixed asset through depreciation. Physical assets such as machines, equipments, vehicles. നമ്മുടെ ഫിസിക്കൽ അസറ്റിന് വരുന്ന ഒന്നാണ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അഥവാ തേയ്മാനം എന്ന് പറയുന്നത്. ഫിസിക്കൽ unlike other expenses, depreciation expenses are listed on income statement as non-cash charge. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.